PSC-യിൽ നടന്ന ഒന്നാം തരം ഒരു തട്ടിപ്പ് ഒരെണ്ണമാണ് ഇപ്പോൾ അന്വേഷിച്ച് കണ്ടെത്തിയിരിക്കുന്നത്. അതിനെക്കുറിച്ച് മാത്രമാണ് ഇപ്പോൾ അന്വേഷണം നടക്കുന്നത്. ഒരൊറ്റ എണ്ണേ വന്നിട്ടുള്ളൂ. കഴിഞ്ഞ 10 വർഷം അല്ലെങ്കിൽ 10, 20, 30 വർഷം നടന്ന ക്രമക്കേട് എടുക്കാൻ നോക്കുകയാണെങ്കിൽ ഒരു 3-4 അന്വേഷണ കമ്മീഷൻ ഒരുമിച്ച് നീക്കേണ്ടി വരും. അന്വേഷണ കമ്മീഷൻ മാത്രമല്ല, ഇതിനകത്ത് പലരും അകത്ത് പോകും. പക്ഷേ ഈ അന്വേഷണം ഒന്നും അങ്ങോട്ട് നീങ്ങത്തില്ല. ഇതിപ്പോൾ ഒരെണ്ണത്തിലെ പ്രതികളെ കണ്ടുപിടിക്കും. ഇപ്പോൾ PSC ചെയർമാൻ അടക്കം ഉള്ളവർ ഇന്റർവ്യൂ നടത്തിയ ഒരാളാണ് ഇപ്പോൾ ഇതിനകത്ത് വന്നിരിക്കുന്നത്. അയാൾക്ക് വേണ്ടി എന്തെല്ലാം എന്താണ് ഇടതുപക്ഷ അവരുടെ യൂണിയൻ അംഗമായിരുന്ന ഒരാളിന് ഈ ജോലി കിട്ടാൻ വേണ്ടി എന്തെല്ലാം ക്രമക്കേടാണ് അവർ കാണിച്ചു കൂട്ടിയിരിക്കുന്നത്. അതായത് അയാൾക്ക് 58 മാർക്കിൻ്റെ ചോദ്യത്തിൽ 10 ചോദ്യം, 58 മാർക്കിൻ്റെ 10 ചോദ്യം. ഈ 10 ചോദ്യത്തിൽ 6 എണ്ണം അയാൾ ഉത്തരവെഴുതി, 4 എണ്ണം അയാൾ തൊടാതെ വിട്ടു. അപ്പോൾ രസം എന്താണെന്ന് ചോദിച്ചാൽ ഈ എഴുതിയ 6 ഉത്തരവും തെറ്റായിരുന്നു, 4 എണ്ണം എഴുതാതെ വിട്ടു. അപ്പം മൊത്തം 10 ചോദ്യങ്ങൾ. ഈ 10 ചോദ്യങ്ങളുടെ മൂല്യനിർണ്ണയം ഒഴിവാക്കി, അതായത് 58 മാർക്കിൻ്റെ മൂല്യനിർണ്ണയം ഒഴിവാക്കിയിട്ട് ബാക്കി വെച്ചിട്ട് ഇയാളെ ഫസ്റ്റ് റാങ്ക് കൊടുത്തു വിട്ടു. അപ്പോൾ ഇപ്പം ഇവർ കണ്ടെത്തിയിരിക്കുന്നത് എന്താ, ഇയാൾ റാങ്ക് കിട്ടാൻ പോലും യോഗ്യനല്ല, ഒരു ലിസ്റ്റിൽ പോലും വരാൻ യോഗ്യനല്ലാത്ത ആളാണ്. ഏതായാലും അത് ഗംഭീരമായി. ഇവരെ ഇമാതിരിയാണ് പല പരീക്ഷകളും ഇൻ്റർവ്യൂ ഒക്കെ നടത്തിയിട്ടുള്ളതെങ്കിൽ അത് വളരെ രസകരമാണ്. മാത്രമല്ല ഇന്നലെ കേസിൽ FIR ഇട്ടിട്ടുണ്ട്, പക്ഷേ ആരുടെയും പേരില്ലെന്നാണ് പറയുന്നത്. FIR ഇട്ട കൂട്ടത്തിൽ ഈ ഉദ്യോഗസ്ഥന്മാരുടെ പേരാണ് കേസ്. PSC മെമ്പറേയും ചെയർമാൻ്റെ പേരിൽ കേസില്ല, ഉദ്യോഗസ്ഥന്മാരുടെ പേര്. അതിനിപ്പോഴും അങ്ങനെ ആയിരിക്കുമല്ലോ. പക്ഷേ അതിലൊന്നും തന്നെ ആരുടെയും പേരില്ല എന്നാണ് ഉദ്യോഗസ്ഥന്മാർ. അതിനിപ്പോൾ ഉദ്യോഗസ്ഥൻ ആരാണെന്നുള്ളത് ഇനി കണ്ടുപിടിക്കേണ്ടി വരും. പേര് വരുമ്പോൾ അതെനിക്ക് തോന്നുന്നു ചെയർമാനും അംഗങ്ങളും ഒക്കെ കൂടെ ഇതിനകത്ത് പ്രതികളാകുമോ ഇല്ലയോ എന്നുള്ളത്. പക്ഷേ അതിന് ഇവർ തയ്യാറാകില്ല. കാരണം ഉദ്യോഗസ്ഥർ തൊഴിലെ രാഷ്ട്രീയ നേതാക്കൾ കൊണ്ടുപോകുള്ളൂ. ഈ അംഗത്വം എന്ന് പറയുന്ന എല്ലാം റിസർവേഷനാണല്ലോ, അതായത് രാഷ്ട്രീയ റിസർവേഷൻ, അതാണ് നമ്മൾ പറയുന്നത്, പൊളിറ്റിക്കൽ റിസർവേഷനാണ്. അപ്പോൾ അവരെ കേസിൽ പ്രതിയാക്കുന്നതിലൂടെ ഒരു സന്ദേശം പോവും, ഏത് ജനപ്രതിനിധിക്കും ഈ ഗതി ഉണ്ടാവും എന്നൊരു സന്ദേശം പോവും. അല്ല, മാത്രമല്ല ഈ ഇതിന് PSC ചെയർമാനും മെമ്പറോ ആഗ്രഹിക്കുന്ന ആളുണ്ട്, വല്ല നാളെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അതൊക്കെ ആകെ ടെൻഷനാവും. ഇനി കയറി ഇരുന്നാലേ ചിലപ്പോൾ വേണ്ടെന്ന് പറയും. ഏതെങ്കിലും ഈ തോറ്റു നിൽക്കുന്ന നേതാവിനെയൊക്കെ പിടിച്ച് PSC മെമ്പറാക്കാനും ചെയർമാനാക്കാന്ന് പറയുമ്പോൾ അവരും വല്ല പ്രതീക്ഷയോടുകൂടിയായിരിക്കും അങ്ങോട്ട് പോകുന്നത്. പക്ഷേ അങ്ങനെ പിന്നെ പോകാൻ പലരും തയ്യാറാവില്ല. വെറും ശമ്പളം മാത്രം കൊണ്ട് ജീവിക്കാൻ പറ്റില്ലല്ലോ അവർക്ക്. ഇപ്പം നിരവധി പരാതികൾ വന്നിട്ടുണ്ട് വിവിധ പരീക്ഷകളെ സംബന്ധിച്ച്. എത്ര എണ്ണത്തിൽ നടപടി ഉണ്ടാകുന്നതിനെക്കുറിച്ച് യാതൊരു സൂചനയും നിലവിലില്ല. അത് നീറ്റ് പരീക്ഷയെക്കുറിച്ച് മാത്രമേ എല്ലാവരും ചിന്തിക്കണം. അതിനെക്കുറിച്ച് ചിന്തിക്കും. ഡൽഹിയിൽ നമ്മൾ പ്രക്ഷോഭം നടത്തും, മോദി ചീത്ത വിളിക്കും, നമ്മൾ എന്തും ചെയ്യും. പക്ഷേ കേരളത്തിൽ PSC അത് ചോദിച്ചു വരരുത്. ഇതിപ്പം നമുക്കറിയാമല്ലോ, ഈ ശിവജിത്തും എന്തായിരുന്നു അവന്മാർ രണ്ടുപേരുണ്ടായിരുന്നില്ല, ശിവരഞ്ജിത്ത് ഒരു നാസിമോ അങ്ങനെ പറഞ്ഞ് രണ്ടുപേരായിരുന്നല്ലോ പോലീസ് കോൺസ്റ്റബിൾ പരീക്ഷയിൽ 1ഉം 2ഉം റാങ്ക് വന്നത് ഇവരായിരുന്നു. അല്ല, മാത്രമല്ല 1-2 റാങ്ക് വന്നത് അവസാനം കണ്ടുപിടിച്ചത് അങ്ങനെ ആ കേസിൽ നടത്തിയ അന്വേഷണത്തില്ല. ഇവരെ വീട്ടിൽ വേറൊരു കേസിൽ പിടിക്കാൻ ചെന്നപ്പോഴാണ് അവിടെ ഇരിക്കുന്നു ആൻസർ ഷീറ്റും ബാക്കി PSCയുടെ സാധനങ്ങൾ ഇവരെ വീട്ടിലുണ്ട്. ആ പിടിച്ചെടുത്ത് എന്നാണ് അവർക്ക് മനസ്സിലായത് ഈ ആശാന്മാരും PSC നേരത്തെ തട്ടിപ്പ് നടത്തിയാണ് ജോലിക്ക് കയറി കിട്ടിയെന്നുള്ളത്. PSC തട്ടിപ്പ് നടത്തി ജോലിക്ക് കയറാന്ന് പറഞ്ഞാൽ PSCക്ക് ഉള്ളിൽ ആളില്ലാതെ ഇത് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അതെ. അപ്പോൾ ഇവരെ അവസാനം കണ്ണൂർ ജയിലിലായിരുന്നല്ലോ ഈ പാർപ്പിച്ചിരുന്നത്. അവിടെ ക്രൈംബ്രാഞ്ച് എന്നിവരുടെ യോഗ്യത പരിശോധിച്ചപ്പോൾ ഇവർക്കൊന്നും അറിയില്ല, ഒരു കാര്യവും അറിയില്ല. അങ്ങനെയാണ് അന്ന് ഈ ഒരു പരീക്ഷ തട്ടിപ്പ് ആദ്യമായിട്ട് പുറത്ത്. കഴിഞ്ഞ ദിവസം വിശാഖ തന്നെ പറഞ്ഞതല്ലേ, SA ടെസ്റ്റിന് വേണ്ടി അതായത് ഭഗവത്ഗീതയും മറ്റേ ആത്മീയ കാര്യങ്ങളാണ് ചോദിച്ചത്. നറേറ്റീവ് ക്വസ്റ്റ്യൻ ആയിരുന്നു ഇത്, വിവരിച്ചെഴുതുക. അപ്പോൾ വിവരിച്ചെഴുതിയപ്പോഴാണ് ഈ പറയുന്നത് കുറച്ച് പേർക്ക് 95-ന് മേൽ മാർക്ക്, ബാക്കിയുള്ളവർക്കും വേദ പണ്ഡിതർ വന്ന് ഈ പരീക്ഷ എഴുതി അവർക്ക് 50 മാർക്കുള്ളിൽ കിട്ടത്തില്ലെന്നാണ് ഈ ഇതിലകത്ത് പരീക്ഷ എഴുതിയ ഒരു ഉദ്യോഗാർത്ഥി. കാരണം അത്ര ഇതായിരുന്നു. പക്ഷേ ഇവർക്കെല്ലാം 95-ന് മേൽ കുറേ പേർക്ക് മാർക്ക്. പക്ഷേ അടുത്ത രണ്ടാമത് വരുന്ന ആൾക്കാർക്കെല്ലാം 40 മാർക്കിന് താഴെ, അതായത് 35-ഉം 30-ഉം ഒക്കെ കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ എങ്ങനെ ഇവർക്ക് 95 കിട്ടി? അത് എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ ഒരു കാരണവശാലും ഇവരുടെ ഇത് പോവരുത്, റാങ്ക് ലിസ്റ്റിൽ ഇവർ പിന്നാക്കം പോകരുത്. അതിനുവേണ്ടിയാണ് ഇവർ ഫുൾ അവിടെ ചെന്ന് എഴുതിപ്പിച്ച് വിട്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണ് ആ പരിപാടി നടത്തിക്കുന്നത്. ഇനിയിപ്പോൾ വേറൊരു കാര്യങ്ങളുണ്ട്. ഇനി ഇത് അന്വേഷിച്ച് ചെല്ലുമ്പോൾ ഇവിടെ ഇരിക്കുന്ന പല SIമാരും സർക്കിൾമാരും ഒക്കെ ഇതുപോലെ കയറിയതാണോ എന്നുള്ളതാണ് ഇനി അതിനകത്തെ ഒരു പ്രശ്നം. അല്ല, അതാണ് എല്ലാത്തിലും ഈ ഇവരെ ചെയ്യുന്നത്, ഈ കള്ളന്മാർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ കുറച്ച് യോഗ്യതകളെ കയറ്റിവിടും, ബാക്കി ഭൂരിപക്ഷം പേരും കള്ളന്മാരുമായിരിക്കും. അതെ. അപ്പോൾ എല്ലാവരും ഈ മിടുക്കന്മാരെ കാണുമ്പോൾ ശരി എല്ലാവരും ഇതുപോലെ തന്നെ ആയിരിക്കും വന്നത് എന്ന് കരുതി കേസിന് കുസ്തിക്കും പോവില്ല. ഇവർ യഥാർത്ഥത്തിൽ വിചാരിച്ചത് എന്താണ്, ഈ ഭരണം തീരില്ല, ഈ ഭരണം തുടരും.
കേരളം ഉള്ളിടത്തോളം കാലം പിണറായി തന്നെ തുടരും. അപ്പം അത് വരെ ഇങ്ങനെ പിന്നിലൂടെയും മുന്നിലൂടെയൊക്കെ വലിച്ചു കയറ്റുന്നവരെ റെഗുലറൈസ് ചെയ്ത് ഇതിനകത്ത് നിർത്തി കൊണ്ടുപോകാൻ സാധിക്കും എന്നാണ് ഇവർ കരുതുന്നത്. ആ തിരിച്ചടിക്കാണിപ്പോൾ അല്ല ആ കാര്യത്തിനാണ് പക്ഷേ ഇവര് ഈ യു.ഡി.എഫ് സർക്കാർ അതിന്മേൽ നടപടി സ്വീകരിക്കുമോ എന്നുള്ളതാണ് എല്ലാവരും പ്രത്യേകിച്ചാണ് നോക്കുന്നത്. സ്വീകരിക്കണം. സ്വീകരിച്ചില്ലെങ്കിൽ ഇത് നമ്മുടെ നാട്ടിൽ ജനങ്ങൾക്കെല്ലാം മനസ്സിലായി അവരെല്ലാവരും കള്ളന്മാർക്ക് കൂട്ടിയിരിക്കുകയാണെന്നുള്ളത്. ഇനി PSC മെമ്പർമാരെ കുറേ ഒഴിവ് ഇനിയിപ്പം വരാൻ സാധ്യതയുണ്ട് ഈ യു.ഡി.എഫ് സർക്കാരിൻ്റെ കാലത്ത്. അപ്പോൾ നിയമിക്കുമ്പോഴെങ്കിലും നമ്മുടെ നാട്ടിലെ ഈ വെറും രാഷ്ട്രീയക്കാരെ നിയോഗിക്കുക. നമ്മുടെ നാട്ടിൽ എത്രയോ മിടുക്കന്മാരായ എല്ലാ മേഖലയും കഴിവ് തെളിയിച്ച എത്രയോ പേരുണ്ട്. അവർക്ക് PSC മെമ്പർമാരാക്കണം. അതെ, അങ്ങനെയാണ് വേണ്ടത്. എന്താണെങ്കിലും ഇപ്പോൾ വന്നിരിക്കുന്ന ഒരു പരീക്ഷയുടെ മാർക്ക് മാത്രമാണ്. അതെ, ഇനിയാണ് ഇതിനകത്ത് ബാക്കിയുള്ളതുകൂടെ അന്വേഷിക്കണം. അന്വേഷിച്ച് വരുമ്പോഴേ അറിയത്തുള്ളൂ. ഇവിടെ കഴിഞ്ഞ കാലത്ത് നടന്ന പരീക്ഷകൾ മുഴുവൻ റദ്ദാക്കുകയും ജോലിക്കെടുത്തവരെ എല്ലാം പിരിച്ചുവിടുകയും ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങും. അതൊന്നും പ്രായോഗികമായിട്ടുള്ള കാര്യമല്ല. എങ്കിൽ പോലും ഈ ക്രമക്കേട് കണ്ടുപിടിക്കുക, ഈ ക്രമക്കേട് നടത്തിയവരെ ശിക്ഷിക്കുക എന്നുള്ളത് വേണ്ടത്. അതിലൊന്നാണ് KAS പരീക്ഷ. അതെ, KAS പരീക്ഷ ഇത് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നതാണ് പറഞ്ഞത്. അതെ, സെയിം പരിപാടി. പേപ്പറുകൾ ഇവർ നേരിട്ട് മാനുവലായിട്ട് നോക്കി. അതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് എന്നാണ് പറഞ്ഞത്. എന്താണെങ്കിലും SIT അജിതാബിഗത്തിൻ്റെ നേതൃത്വത്തിലുള്ള SIT കൃത്യമായിട്ടുള്ള പണി ചെയ്യുന്നുണ്ട്. ഒരു SP സക്കറിയ മാത്യു, DYSP അജയ് നാഥ്, ഇവർ 3 പേരാണ് ഇത് അന്വേഷിച്ച് പോകുന്നത്. അന്വേഷിച്ച് ചെല്ലുമ്പോൾ നമ്മൾ ഇപ്പോഴും പറയുന്നു, നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഒരു പരിധിക്ക് അപ്പുറത്തേക്ക് അന്വേഷണം മുന്നോട്ട് പോകാൻ ഇവിടുത്തെ സർക്കാർ തന്നെ സമ്മതിക്കില്ല. അതിന് യാതൊരു സംശയം വേണ്ട. കാരണം ഇതിനകത്തേക്ക് രാഷ്ട്രീയ നേതാക്കളുടെ പങ്ക് കൂടി പുറത്തു വരും. കഴിഞ്ഞ നിയമസഭയിലെ മന്ത്രിമാരായിട്ടിരുന്ന ആൾക്കാരൊക്കെ ചിലപ്പോൾ ഇതിൽ കുടുങ്ങി. ഇവരെല്ലാവരും തമ്മിലുള്ള ഒരു അന്തർധാര എല്ലായിടത്തും ഉള്ളത് കൊണ്ട് തന്നെ ആ സമയമാകുമ്പോൾ അവരതങ്ങ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എന്താണെങ്കിലും ഈ പുതിയ അന്വേഷണ സംഘം ഇവരെ കണ്ടെത്തി അറസ്റ്റ് ചെയ്യണം. ചെയർമാൻ അടക്കമുള്ള ഒരു അറസ്റ്റ്, കാരണം അവരാണ് ഇന്റർവ്യൂ നടത്തുന്നത്. മാത്രമല്ല കോൺഗ്രസ്സുകാർ ഒരു കാര്യത്തിൽ അന്തസ്സ് കാണിച്ചിട്ടുണ്ട്. കർണാടകത്തിൽ അവിടുത്തെ PSC ചെയർമാൻ വൃത്തികേട് കാണിച്ചപ്പോൾ അയാൾ അപ്പം തന്നെ കോൺഗ്രസ്സുകാരല്ല, ഗവർണറാണ് സസ്പെൻഡ് ചെയ്തത്. അവിടുത്തെ BJP കേന്ദ്രമന്ത്രിയല്ലേ, കോൺഗ്രസ്സുകാരല്ല, സോറി, അവിടുത്തെ BJPക്കാരാണ് പരാതി കൊടുത്തത്. കർണാടക ഗവർണർ ആ കർണാടകത്തിലെ PSC ചെയർമാനെ സസ്പെൻഡ് ചെയ്തു. അയാൾ ചെയ്ത് കണ്ടില്ലേ, അയാൾ 2 പെൺമക്കൾ, ഒരു മോള് സംവരണത്തിൽ, ഒരാളെ ജനറൽ കോട്ടയിൽ. അങ്ങനെയൊക്കെയുള്ള കാര്യം ഇവിടെ നടന്നിരിക്കുന്നതിനകത്ത് യാതൊരു സംശയം വേണ്ട. മൊത്തം തിരികലാണ് നടന്നിരിക്കുന്നത്. പാർട്ടിക്കാരെ തിരികരിക്കുക. അപ്പോൾ ഇനിയെങ്കിലും ആൾക്കാർ ശ്രദ്ധിക്കുക. ഈ സർക്കാരിനെ ജനങ്ങൾ ഏറെ പ്രതീക്ഷയോടെ അധികാരത്തിലേറ്റിയത് കൃത്യമായി അവർ ഇതിനെക്കുറിച്ച് നന്നായി അന്വേഷണം നടത്തുകയും എത്ര ഉന്നതരാണെങ്കിലും ഈ വൃത്തിയിൽ കാണിക്കുകയാണെങ്കിൽ അവരെ ശിക്ഷിക്കാനും വേണം. ഒപ്പം ഈ ജോലിക്ക് കയറിയവന്മാരെ പിരിച്ചുവിടുകയും വേണം.